തിരുവനന്തപുരത്ത് വൻ MDMA വേട്ട. 1/2 കിലോയോളം MDMAയുമായി യുവാവ് പിടിയിൽ. വിനീത് എന്നയാളാണ് പിടിയിലായത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായിരുന്നു. ഷഫീദ്, 1/2 കിലോ MDMA എന്ന് പറയുന്നത് അത് വലിയ എമൗണ്ട് ആണ്. വിനീത് ആരാണ്? ഇയാൾ ഏതെങ്കിലും സംഘത്തിന്റെ ഭാഗമാണോ? കച്ചവടക്കാരൻ തന്നെയല്ലേ ഷഫീദ്? പക്ഷേ ഒരു വലിയ ലഹരി സംഘത്തിന്റെ ഭാഗമാണ് വിനീത് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പറയുന്ന വിവരം. അതായത് അല്പസമയം മുൻപായിരുന്നു ഈ തിരുവനന്തപുരം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വിനീത് എന്നയാളെ പിടികൂടുന്നത്. ചില രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഡാൻസപ്പും പോലീസും സംയുക്തമായി പരിശോധന നടത്തിയത്. ഇയാളിൽ നിന്നാണ് 1/2 കിലോയോളം, കൃത്യമായി പറഞ്ഞാൽ 440 ഗ്രാം MDMA, അതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയാണ്. മാത്രവുമല്ല അത് വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചതാണ് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. ഇയാളെ അങ്ങനെ പിടികൂടുകയായിരുന്നു. ഇയാളുടെ കയ്യിൽ നിന്ന് 440 ഗ്രാം MDMA ാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇത് ഈ ബിസിനസ് ആവശ്യം, അതായത് കച്ചവട ആവശ്യത്തിന് തന്നെ കേരളത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്ന കാര്യം. ഇയാളുടെ പിന്നിൽ വലിയൊരു ലഹരി സംഘമുണ്ടെന്നും ഇയാൾ സഞ്ചരിച്ച ചിറയൻകീഴിലേക്ക് എത്തിയ ട്രെയിനിൽ ഒപ്പമുണ്ടായിരുന്നവർ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി നിന്നതാണെന്നും ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്നും ഇപ്പോൾ പോലീസും ഡാൻസാഫും അറിയിക്കുന്നുണ്ട്. ഹാഷ്മി, അപ്പോൾ ഇയാൾ പിടിയിലാവുന്നത് ആ ലഹരി സംഘത്തിലേക്ക് എത്താൻ ഡാൻസാഫിനും പോലീസിനും സഹായകരമാകുമോ? ഈ 450 ഗ്രാം 1/2 കിലോ എന്നൊക്കെ പറയുന്നത് എത്ര പേരുടെ കയ്യിലേക്ക് എത്താനുള്ള MDMA ആണ് ഷഫീദ്? പക്ഷേ ഉറപ്പായിട്ടും, കാരണം ഈ 1/2 കിലോ MDMA എന്ന് പറഞ്ഞാൽ അതൊരു വലിയ എമൗണ്ട് ഓഫ് മണി വരുന്ന MDMA ആണ്. മാത്രമല്ല അത് പലതരത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ വിവരം. മാത്രവുമല്ല തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട ആളാണ് വിനീത് എന്നുള്ള സംശയം കൂടി ഇപ്പോൾ പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ട്. ഡാൻസപ്പ് പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം അടക്കം നടത്തി വരികയാണ്. മാത്രവുമല്ല ഇയാൾക്കൊപ്പം സഞ്ചരിച്ചുവെന്ന് പോലീസിന് സംശയമുള്ള ചിലരുണ്ട്. അതിൽ ചിറയൻകീഴ് ആറ്റിങ്ങൽ സ്വദേശികളാണുള്ളത്. അവരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.